ഹായ് ഓൾ. തലയിറച്ചിയെ പറ്റി പറയാം. തലയിറച്ചി ഇഷ്ടപ്പെടുന്നവരുമുണ്ട്, ഇഷ്ടമല്ലാത്തവരുമുണ്ട്. പിന്നെ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ബീഫിൽ ഇട്ട് തരുന്നവരുമുണ്ട്. ഇതത്ര മോശം ഇറച്ചിയൊന്നുമല്ല കേട്ടോ. ഇതിൻ്റെ മുകളിലുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മീറ്റ് തന്നെയാണ് തലയിറച്ചി. തലയുടെ രണ്ട് സൈഡിലെയും കവിൾ മുതൽ ചെവി ഭാഗം വരെയുള്ള മീറ്റാണ് ഇപ്പോൾ കാണുന്നത്. അതിലെ വേസ്റ്റ് എല്ലാം ക്ലീൻ ചെയ്താൽ ദാ ഇതുപോലെ ഇരിക്കും. ഇതുപോലത്തെ റെഡ് മീറ്റാണ് തലഭാഗത്തുള്ളത്. പലരും ഇത്രയും കളറുള്ള മീറ്റ് കാണുമ്പോൾ ചോദിച്ച് മേടിക്കാറുണ്ട്, ഇത് മതി എന്നും പറഞ്ഞ്. പക്ഷെ അവർക്കറിയില്ല ഇത് തലയിറച്ചിയാണെന്ന്. ടേസ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും അത്ര മോശം ഇറച്ചിയൊന്നുമല്ല തലയിറച്ചി. നല്ല ടേസ്റ്റുള്ള മീറ്റ് തന്നെയാണ്. പക്ഷെ ഇതുപോലെ നന്നായി ക്ലീൻ ചെയ്ത് കൊടുക്കണമെന്നേ ഉള്ളൂ. ഇനി ഞങ്ങൾ എങ്ങനെയാണ് തലയിറച്ചി വിൽക്കുന്നതെന്ന് നോക്കാം. തലയിൽ നിന്നുള്ള എല്ലാ മീറ്റും ദാ ഇതുപോലെ വെട്ടിയെടുക്കും. ഇത് തലഭാഗത്തെ ഫുൾ മീറ്റ് ഉണ്ട്. ഏകദേശം ഒരു 100 കിലോ ഒക്കെ മീറ്റ് വെയിറ്റ് വരുന്ന പോത്തിന് 5 കിലോ വരെ എല്ലും ഇറച്ചിയും കൂടി ആയിട്ടുള്ള തലമീറ്റ് ഉണ്ടാവും. ഇപ്പോൾ ഇട്ടത് ശ്വാസം വലിക്കുന്ന കുഴലാണ്. അത് കഴുത്തിൽ നിന്നും ലെങ്സിലേക്ക് പോകുന്നത്. ഇത് കരിനാക്കിനെ പറ്റി ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തിരുന്നു. ഇതതുപോലെ തന്നെ നാക്ക്, പോത്തിൻ്റെ നാക്ക്. ഇനി നമ്മുടെ കച്ചവടം എങ്ങനെയെന്ന് വെച്ചാൽ ഈ കാണുന്നതെല്ലാം ഇതുപോലെ ഒരുമിച്ച് പീസാക്കും. ഇതിൽ മീറ്റ് ഉണ്ടാവും, നാക്കുണ്ടാവും, കുഴലുണ്ടാവും, എല്ലാം ഉണ്ടാവും. ഇതിൻ്റെ ആരാധകരാണ് ഈ നിൽക്കുന്നത്. ഞായറാഴ്ച രാവിലെ 8 മണിയൊക്കെ ആവുമ്പോൾ തന്നെ ഇവന്മാർ വരും. മുണ്ടിക്ക ബീഫ് ചായ് എന്നും പറഞ്ഞ്. ഇവരിതിനെ മുണ്ടി ബീഫ് എന്നാണ് പറയുന്നത്, അതായത് തലയുടെ ഇറച്ചി. ഇവരുള്ളത് കൊണ്ട് തലയും നാക്കുമൊക്കെ ഇവർ കൊണ്ടുപോയിക്കോളും. അതുകൊണ്ട് മലയാളികൾക്ക് നാക്കും തലയൊന്നും ഇട്ട് കൊടുക്കേണ്ടി വരില്ല. അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ബീഫ് കൊടുക്കാനും പറ്റും. അതാണ് നമ്മളുടെ കച്ചവട രഹസ്യം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.